എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ കിരണ്ടെ കല്യാണിന്റെ ഒക്കെ അടുത്ത ആഴ്ചയിലെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അടുത്ത ആഴ്ചയിലെ വിശേഷത്തിൽ കാണിക്കുന്ന സോണി കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങിയിട്ട് ചന്ദ്രസേനന്റെ രൂപയുടെ ഒക്കെ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് കതിർമണ്ഡപത്തിലേക്ക് പോകുന്നതിന് മുമ്പ്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ രാഹുൽ ആൽബിനെ ഇല്ലാതാക്കാനായിട്ട് കുറച്ച് ഗൂഢതന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ട്. രാഹുൽ ആൽബിയുടെ കാറിനകത്ത് ബോംബ് കൊണ്ടേ വെക്കുന്നുണ്ട്. അങ്ങനെ കാറ് പൊട്ടിത്തെറിക്കുന്നത് കാണിക്കുന്നുണ്ട്. അതൊക്കെ ആരുടെയും സ്വപ്നമാണോ അതോ ഇനിയിപ്പോൾ ഒറിജിനലായിട്ട് സംഭവിച്ചാണെന്നൊക്കെ നമുക്ക് കണ്ടറിയാട്ടോ. അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞ സോണിയുടെ വീട്ടിൽ പോയിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ആൽബി വഴിക്ക് വെച്ച് വിക്രത്തിനെ കാണുന്നത്. വിക്രത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഓടി വന്നിട്ട് ആൽബിയോട് ചോദിക്കുന്നുണ്ട്, അല്ല കല്യാണക്കാരങ്ങളൊക്കെ എവിടം വരെ ആയെന്ന് ചോദിക്കുക. എന്ത് പറയാനാ, നിങ്ങൾ അന്ന് സത്യങ്ങളൊക്കെ വന്ന് തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോഴാകെപ്പാടെ പെട്ടുപോയാനും സോണിയുടെ കഴുത്ത് ഞാൻ താലി ചാർത്തേണ്ട വന്നേനും. കൃത്യസമയത്ത് തന്നെ ഞാൻ വന്ന് രക്ഷപ്പെടുത്തില്ല ആൽബീനെ എന്ന് ചോദിക്കുവാണ് വിക്രം. അല്ല ഒരു കുഞ്ഞുണ്ടല്ലോ ചാരുമോള്, ആ കുഞ്ഞ് സോണിയുടെ അല്ലേന്ന് നിങ്ങളുടെ അല്ലേന്ന് ചോദിക്കുവാണ്. അതെന്റെ ഒന്നും അല്ല, എന്റെ ആണെന്ന് പറഞ്ഞോണ്ട് അവള് നടക്കുന്നേ. അതൊക്കെ വേറെ ആരുടെയൊക്കെയാ. അവളുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ ഞാൻ ആൽബിയോട് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് കൂട്ടിയാൽ മതി. ആ ബന്ധത്തിലെങ്ങാനും ചെന്ന് ചാടിയായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതായി തീർന്നേനെന്ന് പറയാം. ആൽബി പറഞ്ഞു, അത് എന്തുകൊണ്ടും നന്നായി. എന്റെ വിവാഹം ഉറപ്പിച്ചു, കൊട്ടാരക്കരയില്ല പെണ്ണ്, നാളെ കല്യാണം എന്ന് പറയാം. അതെയോ, ആഹാ സർപ്രൈസ് ആയിരിക്കുന്നല്ലോ. അതെ കല്യാണത്തിന് പറഞ്ഞോട്ടോ, ക്ഷണിക്കാൻ പറ്റിയില്ല, നമ്പർ കയ്യിലില്ലാത്തോണ്ടാ ക്ഷണിക്കായിരുന്നേ. ഇനിയിപ്പോ കണ്ട സ്ഥിതിക്ക് പറയാം നാളെ കല്യാണം, മറക്കാതെ കല്യാണത്തിന് പറഞ്ഞെന്ന് പറയാം. ഉറപ്പായിട്ടും കല്യാണത്തിന് വന്നിരിക്കും. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് വിക്രം പോന്നെ. വിക്രത്തിന് മനസ്സിലാണെങ്കിൽ ലഡു പൊട്ടിയ അവസ്ഥയായിരുന്നു. കൊള്ളാം, സോണിക്കിട്ട് 8ന്റെ പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നാളെ കല്യാണത്തിന് പോകണം. അവളുടെ മനസ്സങ്ങനെ ചതഞ്ഞ് അരഞ്ഞുകൊണ്ടിരിക്കുക. ഇനി അവൾക്ക് ഒരാളും അവളുടെ ജീവിതത്തിലേക്ക് വരില്ല. അവൾ അവിടെ മൂത്ത് നരച്ച് നിൽക്കണം. തന്നോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു അവൾ കണ്ടറിയണം. അങ്ങനെ നല്ല സന്തോഷത്തോട് കൂടിയിട്ടാ വിക്രം നേരെ വീട്ടിലേക്ക് പോന്നെ. ഈ സമയത്ത് ആൽബി മനസ്സിൽ പറയാ, നീ ചെല്ലടാ, നീ സന്തോഷിക്കുക. നിന്റെ സന്തോഷത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ആയുസുള്ളൂ. അവസാനം നീ ആ സത്യം അറിയും, സോണി എന്റെ പെണ്ണാന്ന്. ആ സമയത്ത് നീ തകർന്നടിച്ചു പോകും. ഇത്രയും നാളെ നിനക്ക് കിട്ടിയ അടികളിൽ വെച്ച് ഏറ്റവും വലിയ അടിയായിരിക്കും കിട്ടാൻ പോകുന്നത്. ഇതിനേക്കാളും വലിയ തിരിച്ചടി നിനക്കിനി കിട്ടാൻ പോകുന്നില്ല വിക്രം എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ പറഞ്ഞിട്ട് ആൽബി കാറി കയറി പോവാണ്. പിന്നീട് സന്തോഷത്തോടുകൂടി വിക്രം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും പ്രകാശ് ചോദിച്ചു, എന്താണ് മോനെ നിന്റെ മുഖത്തിന് ഭയങ്കര സന്തോഷമാണല്ലോ എന്ന് പറയും. എങ്ങനെ സന്തോഷിക്കാതിരിക്കുക അച്ഛാ, ഞാൻ വരുന്ന വഴിക്ക് ആൽബീനെ കണ്ടായിരുന്നു പറയും. ഏതാൽബി? അച്ഛൻ അറിയാമല്ലേ, സോണിക്ക് കല്യാണം ആലോചിച്ചിട്ടുണ്ട്. നമ്മൾ പ്രാവശ്യം അവരുടെ വീട്ടിൽ പോയില്ലേ, ആ പ്രകാശനില്ലേ, അല്ല പ്രകാശനുണ്ട് സോറി, സേനല്ലേ, സേനയുടെ ഫ്രണ്ടിന്റെ മോൻ. ഓ മനസ്സിലായി, നമ്മളൊന്ന് പോയതാ. ആ കണ്ടായിരുന്നു, അവന്റെ കല്യാണം നാളെ എന്നെ വിളിച്ചിട്ടുണ്ട് ചെല്ലാൻ പറഞ്ഞിട്ട്. അച്ഛനെ കൂട്ടിക്കൊണ്ട് ചെല്ലാന്നൊക്കെ പറഞ്ഞു. ഞാൻ ചെല്ലാന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അന്ന് ഇന്ന് പറഞ്ഞ് ഏറ്റുപോയെന്ന് തോന്നല്ലേ. അതെ, അവന് വേറൊരു കല്യാണം വന്നിട്ടുണ്ട്. അപ്പൊ ആ കല്യാണം നാളെ നടക്കാൻ പോകുന്നേ. നമ്മൾ പറഞ്ഞല്ല അവന് അക്ഷരം പ്രതി അങ്ങോട്ട് വിശ്വസിച്ചു. അല്ലായിരുന്നെങ്കിൽ സോണി അവനുമായിട്ട് കല്യാണം വരും നാളെ നടക്കേണ്ടിയിരുന്ന് പറയാം. പ്രകാശം പറഞ്ഞു, നിന്റെ ബുദ്ധി അപാരം തന്നെ കേട്ടോ, നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു. തക്ക സമയത്ത് തന്നെ നമ്മൾ ഇടപെട്ടുകൊണ്ട് ആ കല്യാണം മുടങ്ങിയത്. അല്ലെങ്കിൽ അവൾ അങ്ങനെ അങ്ങോട്ട് പോയി സുഖിച്ച് ജീവിച്ചേനം. വിക്രം പറഞ്ഞു, അതൊരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാം. ഈ സമയത്ത് ഭാനുമതി അമ്മ അങ്ങോട്ട് വന്നു. എന്താ രണ്ടുപേരും ഭയങ്കര ഹാപ്പി മൂഡിലാണല്ലോ എന്ന് ചോദിക്കാം. എങ്ങനെ സന്തോഷിക്കായിരിക്കും മുത്തശ്ശി, അത്ര നല്ല കാര്യങ്ങളൊക്കെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാണ്. പിന്നീട് ആൽബിനെ കുറിച്ച് സോണിയെ കുറിച്ചൊക്കെ പറയണം. ആണോ മോനെ, നീ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഇവിടെയുള്ള ആ പൂതനയുണ്ടല്ലോ, അവളിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ നീ പതുക്കെ സോണിയായിട്ട് അടുക്കണം. സോണിയായിട്ട് അടുക്കാനുള്ള ഏറ്റവും നല്ല തുറുപ്പിച്ചിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാരുമോള. നീ ചാരുമോളെ പതുക്കെ കയ്യിലെടുക്കണം. അവസാനം ചാരുമോൾക്ക് നിന്നെ പിരിയാതൊരവസ്ഥ വരണം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സോണി നിന്റെ അരികിലേക്ക് തന്നെ വന്നോളൂ. നീ അതാ ഇനി ചെയ്യേണ്ടതെന്ന് പറയണം. വിക്രം പറഞ്ഞു, അതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണ് അമ്മൂമ്മേ. ഇവിടെയുള്ളവളുടെ ഒരുത്തിയുടെ കാര്യം അമ്മൂമ്മയ്ക്ക് അറിയാവുന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. നീ തന്നെ ഈ കുഴി കുഴിച്ചു വെച്ചേ, അതുകൊണ്ട് നീ തന്നെ അനുഭവിച്ചോ. ഇനിയിപ്പൊ ആജീവനാന്തകാലം മുഴുവന് ഇവളുടെ തടവറയെ കഴിയാനേ നിനക്ക് യോഗമെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇനിയിപ്പം സോണീനെ കയ്യിലെടുക്കോ ചെയ്യാതിരിക്കോ ഒക്കെ ചെയ്യേണ്ട നിന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഭാനുമതി അമ്മ അങ്ങോട്ട് പോവാണ്. ഈ സമയം ശരണ്യ അങ്ങോട്ട് വന്നു. ശരണ്യ ഇതെല്ലാം കേട്ടായിരുന്നു. കൊള്ളാം, മുത്തശ്ശിയുടെ മോന്റെ അച്ഛന്റെ എല്ലാവരുടെയും മനസ്സിലിരിപ്പ് മനസ്സിലായി. നാളെ നീക്ക് അങ്ങോട്ട് ചെല്ല്, കാണാൻ പോകുന്ന കല്യാണം ആരുടെയാണെന്നറിയാം. നിന്റെയൊക്കെ ചങ്ക് തകർന്നു പോടാ. നാളെ ആട്ടെ നിന്നെ ഞാൻ പൊളിച്ചെടുക്കുന്നുണ്ടെന്ന് ശരണ്യ മനസ്സിൽ പറയാണ്. പിന്നീട് കാണിക്കുന്ന ഭയങ്കര സന്തോഷത്തിലായിരുന്നു സോണി. കുറെ കാലത്തിന് ശേഷമാണ് ഇത്ര സന്തോഷം ഉണ്ടാകുന്നത്. തന്റെ മോളെ
പൊന്നു പോലെ ആൽബിച്ചായ നോക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലായിരുന്നു സോണിക്ക്. ഇപ്പൊ തന്നെയാണെങ്കിലും സ്വന്തം മോളെ തന്നെയാണ് തന്റെ കാര്യത്തെക്കാളും കൂടുതൽ കെയറിങ് കാണിക്കുന്ന ചാരുമോളുടെ കാര്യത്തിലാണ്. അതൊക്കെ കുറച്ച് സന്തോഷിച്ചിരിക്കുമ്പോഴത്തേനും കല്യാണി അങ്ങോട്ട് വന്നു. എന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയണം. ചെറിയ സന്തോഷമുണ്ട്, എനിക്കറിയാം, നാളെ കല്യാണം നടക്കാൻ പോകുന്നതിന്റെ അല്ലേ. എത്ര നാളായി സോണി നിന്റെ മുഖത്ത് ഇത്ര സന്തോഷം ഞാൻ കണ്ടിട്ട്. ആൽബി നല്ല നല്ല പയ്യനാ, ഒന്നുമില്ലെങ്കിലും അഗസ്നാച്ചായന്റെ മോനല്ലേ. അത്ര നല്ലൊരു ബന്ധമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്രയും നാളെ നീ കാത്തിരുന്നെങ്കിൽ എന്താ, നിനക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ല ഭാഗ്യമാണ് ആൽബി. അതുകൊണ്ട് നിനക്കൊരു നല്ല ജീവിതം തന്നെയാണ് ദൈവം കാത്തു വെച്ചിരിക്കുന്നത്. എൻ്റെ ആങ്ങളെ ആ ദുഷ്ടൻ, അവൻ നിന്റെ ജീവിതത്തിൽ നിന്ന് പോയതോടുകൂടി നീ രക്ഷപ്പെട്ടു മോളെ. ഇനി എനിക്ക് നല്ലതേ വരുവുള്ളൂ എന്ന് പറയാം. പക്ഷെ എനിക്ക് നല്ല ടെൻഷനുണ്ട് കല്യാണി എന്ന് പറയാം. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഒരു ടെൻഷന്റെ ആവശ്യമില്ല, ഞങ്ങളെല്ലാവരും ഇല്ലേ, ഒന്നും സംഭവിക്കില്ലെന്ന് പറയാം. എന്നാലും രാഹുലങ്ങളുടെ കാര്യം ഓർത്തിട്ട് അങ്ങേരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നീ ധൈര്യമായിട്ടിരിക്കുക. നാളെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ ഇവിടുന്ന് പോകത്തില്ലേ. പിന്നെ അങ്കിൾ എന്ത് ചെയ്യാനാ? അങ്കിളൊന്നും ചെയ്യത്തില്ല. ഇനി എന്തെങ്കിലും ചെയ്യാൻ മുതിർന്നിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ, കിരണേട്ടനെ നിനക്കറിയാം, അവര് വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്റെ മനസ്സിൽ വിഷമുണ്ട്. ദേ ഒന്നും ഓർക്കാൻ സുഖമായിട്ട് കിടന്ന് ഉറയ്ക്ക്. രാവിലെ എഴുന്നേക്കണ്ട. രാവിലെ ഞാൻ വന്ന് വിളിച്ചെഴുന്നേക്കും. നല്ല സുന്ദരിയായിട്ട് വേണം കഥമണ്ഡപത്തിലേക്ക് പോവാനായിട്ട്. വിക്രത്തിന് കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു തിരിച്ചടി ആയിരിക്കും എന്ന് പറയാം. അങ്ങനെ കല്യാണി അവളെ ആശ്വസിപ്പിച്ചിട്ട് സോണിനെ ആശ്വസിച്ചിട്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. പിന്നീട് കിരണിന്റെ അടുത്തേക്ക് ചെല്ലുക. കിരൺ ചോദിച്ചു, എന്താ കല്യാണി? സോണിക്ക് നല്ല ടെൻഷനുണ്ട് കിരണേട്ടാന്നറിയാം. എന്തിന്? അത് നാളെ കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചിട്ടേ. കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന സംഭവങ്ങളൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. അതൊക്കെ ഓർത്തിട്ടാന്ന് പറയാ. അതൊന്നും കുഴപ്പമില്ല, ഒന്നും സംഭവിക്കില്ല എന്ന് പറയാം. എന്നാലും എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഞാൻ സോണിയുടെ മുന്നിൽ അങ്ങനെയൊക്കെ ധൈര്യം കാണിച്ചെങ്കിലും എൻ്റെ മനസ്സിൽ നല്ലാത്തൊരു ടെൻഷനുണ്ട് കിരണേട്ടാ. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. നാളെ രാഹുലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് വരുമോ, കല്യാണം മുടങ്ങുമോ, ആ ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട്. കല്യാണം മുടങ്ങുന്നേക്കാൾ അപ്പുറം ആൽബിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? സോണിനെ ആൽബിനെ വക വരുത്താൻ പോലെ അയാൾ മടിക്കില്ല. കാരണം അമ്മയുടെ പകുതി സ്വത്തുക്കളൊക്കെയാണ് സോണിയുടെ പേരിലേക്ക് എഴുതി കൊടുക്കുന്നത്. അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ അയാൾ എന്തെങ്കിലും ഒരു തിരിച്ചടി കൊടുക്കാതിരിക്കില്ല എന്ന് പറയാം. കിരൺ പറഞ്ഞു, ഇനി അയാൾ എന്ത് ചെയ്യാനോ? ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്തേലും ചെയ്യാൻ ഇങ്ങോട്ട് വരട്ടെ. ഈ കിരൺ ആരാന്ന് അയാൾ അറിയാൻ പോകുന്നുള്ളൂ. ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു, പിന്നെ ഇനി ഞാൻ ക്ഷമിക്കാൻ പോകുന്നില്ലെന്ന് പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന സോണി രാത്രി കിടക്കാൻ നേരത്ത് ആൽബി വിളിക്കുന്നുണ്ട്. ആൽബിയുടെ വെച്ച് വീട്ടിലെത്തിയെന്ന് ചോദിക്കണം. വീട്ടിലെത്തി. ആൽബി പറഞ്ഞു, വരുന്ന വഴിക്ക് ഞാൻ വിക്രത്തിനെ കണ്ടെന്ന് പറയാം. സോണിക്ക് വല്ലാതെ പോയി. എന്നിട്ടോ അവനോട് 2 വാക്ക് പറഞ്ഞിട്ടാ പോന്നേക്കുന്നത്. അവൻ ഭയങ്കര സന്തോഷത്തില. നാളെ എന്റെ കല്യാണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. കല്യാണം വിളിച്ചിട്ടുണ്ട്. അതെന്തിനാ അങ്ങനെ പറഞ്ഞേ? അതെ, പെണ്ണ് വേറെയാന്നാ പറഞ്ഞേക്കുന്നത്. അവൻ കല്യാണത്തിന് വരട്ടെ. കല്യാണത്തിന് വന്ന് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടുന്ന ആ ഒരു ശുഭമുഹൂർത്തം ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടി ഞാൻ അവനെ വിളിച്ചിരിക്കുന്നത്. അവനൊന്ന് കാഴ്ച കാണട്ടെ. അവൻ ചങ്ക് തകർന്ന് നിൽക്കുന്ന നിനക്ക് കാണേണ്ടി വരും. ആ കാഴ്ച കാണണം നീ. അതിനു വേണ്ട ഞാനവനെ വിളിച്ചേക്കുന്നത്. നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രതികാരമായിരിക്കും ഇത്. നീ കണ്ടോ സോണി എന്ന് പറയണം. സോണിക്ക് സന്തോഷമായി. സോണിക്ക് മനസ്സിലായി ആൽബിയേട്ടൻ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. പിന്നീട് ആൽബിയോട്, എനിക്ക് മനസ്സിന് നല്ല ടെൻഷനുണ്ട്. അതെ, എന്തെങ്കിലും സംഭവിക്കുന്നൊരു പേടിയുണ്ടെന്ന് പറയാം. എന്ത് പേടിക്കാൻ? ഒന്നും പേടിക്കണ്ട കേട്ടോ എന്ന് പറയാൻ. ധൈര്യമായിട്ട് കടന്നുറങ്ങുക. എന്നൊരു രാത്രി കൂടെ ഉള്ളൂ. നാളെ നമ്മൾ രണ്ടും ഒന്നാവുക. പിന്നെ നമ്മുടെ ജീവിതമാണ്. ഇത്രയും കാലത്തെ സങ്കടങ്ങൾക്കെല്ലാം ഇനിയിപ്പോൾ കുറച്ച് നാളെ ഒരു വിട അങ്ങോട്ട് നൽകുക. ഇനിയിപ്പോൾ സങ്കടപ്പെടണ്ട. ഒരു കാരണവശാലും കരയുവോ സങ്കടപ്പെടുകയോ ചെയ്യേണ്ടെന്ന് പറയാണ്. സോണിനെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം രാവിലെ സോണിനെ ഒരുക്കുവാണ് കല്യാണി. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. സോണ് കല്യാണം പോയി നിർത്തിയിട്ട് ചോദിച്ചു, കൊള്ളാം, ഇപ്പൊ അടിപൊളിയെ സുന്ദരിയായിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. സോണി ഞാൻ കൊള്ളാന്ന് പറയണം. കല്യാണി പറഞ്ഞു, ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട്. മുമ്പൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ആങ്ങളുടെ കല്യാണത്തിന് ഒരുക്കുന്ന സമയം ഇത്ര ഭംഗിയില്ലായിരുന്നു നിന്നെ കാണാനായിട്ട്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല കേട്ടോ. മനസ്സിന്റെ സൗന്ദര്യം കൂടെ ഉണ്ട്. മനസ്സ് ആ മുഖത്ത് പ്രതിഫലിക്കുന്ന മനസ്സിൽ സന്തോഷം ഉണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്ത് അറിയാനായിട്ട് പറ്റുമെന്ന് കല്യാണി സോണിയോട് പറയാം. സോണിയോട് ശരിയാണ്, ഇപ്പോഴാണ് ശരിക്കും ഞാൻ ഒന്ന് ശരിക്കും സന്തോഷിക്കുന്നത്. ആൽബിയേട്ടൻ എന്നെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്ക് അറിയാമെന്ന് പറയണം. അങ്ങനെ ഈ സമയത്ത് രൂപ അങ്ങോട്ട് കടന്നു വന്നിട്ട് പറഞ്ഞു, അതേ ഇവിടെ ഇങ്ങനെ കൊഞ്ചു കുഴിഞ്ഞിട്ട് കാര്യമില്ല, ഇറങ്ങാൻ നോക്കിയേ, സമയം അങ്ങോട്ട് എത്താറായെന്ന് പറയാണ്. ഈ മുഹൂർത്തം എത്തുന്നതിനും പോയിട്ട് വളർത്തി ചെല്ലണമല്ലോ. അങ്ങനെ സോണി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. ചന്ദ്രസേനൻ പറഞ്ഞു, എൻ്റെ മോള് സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറയാം. അപ്പൊ രൂപ പറഞ്ഞു, പിന്നെ നിങ്ങളുടെ മോൾ അപ്പൊ എൻ്റെ മോളും കൂടെ അല്ലേന്ന് ചോദിക്കുകയാണ്. പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. പിന്നെ ദക്ഷിണ കൊടുക്ക ചടങ്ങായിരുന്നു. അങ്ങനെ അച്ഛനും അമ്മയ്ക്കും സോണി ദക്ഷിണ കൊടുക്കുക. അച്ഛനും അമ്മയ്ക്ക് ദക്ഷിണ കൊടുത്തപ്പോൾ സോണിന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി. അപ്പം രൂപ പറഞ്ഞു, എന്തിനാ മോള് വിഷമിക്കുന്നത്? മോള് സങ്കടപ്പെടണ്ട. നല്ലൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കും. കരഞ്ഞോണ്ടാണ് ദക്ഷിണ തരുന്നത്. സന്തോഷമായിട്ടിരിക്കാൻ പറയണം. സേനും പറഞ്ഞു, ശരിയാ മോളെ, ഇനി നിനക്ക് ഒരിക്കലും കരയേണ്ട വരില്ല. നീ ആൽബിയിലൂടെയല്ലേ ജീവിക്കാൻ പോന്നെ. അവൻ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളും. ഇത്രയും കാലത്തെ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറാൻ പോവാ. ചാരുമോളെ, നിന്നെ അവന്
നന്നായിട്ട് നോക്കും, നീ അച്ഛൻ അറിയാം, നീ സങ്കടപ്പെടാതിരിക്കാനൊക്കെ പറയാണ്. ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേദിവസം രാത്രി തന്നെ രാഹുൽ ഒരു കാര്യം ചെയ്തായിരുന്നു. രാഹുൽ തന്റെ ഗുണ്ടകളെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. ഗുണ്ടകളെ വിളിച്ചു വരുത്തിയിട്ട് തന്റെ മനസ്സിലെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ അവരോട് പറയാണ്. അതെ, പിന്നെ ഫോട്ടോയും കൊടുത്തു. ആൽബിയുടെ ഫോട്ടോയും കൊടുത്തിട്ട് പറഞ്ഞു, അറിയാലോ, ഇനി ഒരു അബദ്ധം ഉണ്ടാവരുത്, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അങ്ങ് ഫിനിഷ് ചെയ്തേക്കണം. അവന്റെ കാറിൽ ബോംബ് വെച്ചാൽ മതി, അവൻ സഞ്ചരിക്കുന്ന കാറിൽ ഏറ്റവും സേഫ് അതായിരിക്കും. അതാണ്, പിന്നെ അവന്റെ പൊടി പോലും കിട്ടത്തില്ല. ഈ പ്രാവശ്യം കൂടെ പദ്ധതി വിജയിച്ചില്ലെങ്കിൽ പിന്നെ എന്താ ഞാൻ ചെയ്യുന്നത് എനിക്ക് പോലും അറിയില്ല. ഒരു കാരണവശാലും പദ്ധതികളും പ്ലാനുകളൊന്നും പൊളിയരുതെന്ന് പറയാണ്. അങ്ങനെ ഗുണ്ടകൾക്ക് ആ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് രാഹുൽ വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോകുമ്പോൾ രാഹുലിന്റെ ഉള്ളിലുള്ള ചിന്ത, നാളെ കല്യാണ മുഹൂർത്തത്തിൽ കേൾക്കാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ് പൊട്ടിത്തെറിച്ച് വരനും കുടുംബം മരിച്ച ആ ഒരു വിശേഷമായിരിക്കും അറിയാൻ പോണ്ടേ. സോണിയും രൂപയും സേനൊക്കെ ചങ്ക് പൊട്ടി നിലവിളിക്കണം. തനിക്കത് കാണണം. തൻ്റെ അടുത്താണ് കളി. തന്നെ വഞ്ചിച്ചിട്ട് അവൾ അങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ട, ആ ഒരു ചിന്തയായിരുന്നു ആ ദുഷ്ടന്റെ മനസ്സിൽ, ആ ബെഹാസുരന്റെ മനസ്സിൽ. പിന്നീട് രാവിലെ തന്നെ ആൽബിയുടെ വീട്ടിലേക്ക് ഗുണ്ടകൾ എത്തുന്നുണ്ട്. ഗുണ്ടകൾ എത്തിയിട്ട് ആ കാറിനകത്ത് ബോംബ് കൊണ്ടേ വെക്കുന്നുണ്ട്. അവർ സഞ്ചരിക്കുന്ന കാറൊക്കെ അലങ്കരിച്ച് നിർത്തിയേക്കുമായിരുന്നു. അങ്ങനെ കാറിനകത്ത് കൊണ്ടേ ബോംബ് വെച്ചിട്ട് അവന്മാർ മടങ്ങുവാണ്. പിന്നീട് ആൽബി ആണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സ്തുതി പറഞ്ഞ് എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. കാറിൽ കയറി യാത്ര ചെയ്യുന്ന സീൻ രംഗങ്ങളൊക്കെയാണ് പിന്നീട് കാണിക്കുന്നത്. പിന്നീട് അവസാനം കാണിക്കുന്ന പറഞ്ഞാൽ കാറ് പൊട്ടിത്തെറിക്കുന്നതും അതിനുശേഷം ഐസുവിന്റെ ഫ്രണ്ടിലിരിക്കുന്ന ചന്ദ്രസേനയും കിരണിനെയും ഒക്കെ കാണിക്കുന്നുണ്ട്, സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടി കരഞ്ഞുകൊണ്ടൊക്കെ. ഒരു പക്ഷേ ഈ കാണിച്ചിരിക്കുന്നതൊക്കെ ആരുടെയെങ്കിലും സ്വപ്നമായിരിക്കാം. അത് റിയാലിറ്റി ആണെങ്കിൽ പിന്നെ അതിനകത്ത് കഥയില്ലോ. സോണി ആഗ്രഹിച്ചൊരു ജീവിതം കിട്ടിയതാ. ആ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കഥ പിന്നെ ഇല്ല. അതുകൊണ്ട് ഒരു പക്ഷെ ഒന്നെങ്കിൽ സോണി സ്വപ്നം കണ്ടായിരിക്കാം, അല്ല ആലിപ്പി സ്വപ്നം കണ്ടായിരിക്കും ഇതെല്ലാം. പക്ഷേങ്കിൽ അത് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളാണെങ്കിൽ ആലിപ്പിയോ ആർക്കും ഒന്നും സംഭവിക്കില്ല. ആ കാർ ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും ആ സമയത്തുണ്ടായിരുന്നത്. സോണിയുടെ ആൽബിയുടെ കല്യാണം നടക്കും എന്നുള്ള 100% ഉറപ്പാണ്. ഈ തവണ രാഹുൽ തേഞ്ഞു മാഞ്ഞു പോകത്തുള്ളൂ. രാഹുലിനൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തെന്ന് കിരണും ചന്ദ്രസേനന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലത്തെ പോലെയല്ല, ഇനിയിപ്പോൾ ഒരു കാരണവശാലും രാഹുലും മാപ്പ് കൊടുക്കില്ല സേനന്. സേനൻ രാഹുലിനെ പൊളിച്ചടുക്കി ഇനി പഞ്ഞിക്കിടുകയുള്ളൂ. അവൻ ഒരിക്കലും പുറലോകം കാണാത്ത വിധം അവനെ ഭൂമിയിൽ നിന്ന് തന്നെ ചിലപ്പോൾ ചന്ദ്രസേനനെ ഇല്ലാതാക്കിയെന്നിരിക്കും. അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത്. അപ്പൊ ഇനി കാറ് തകർന്നോ ഇല്ലയോ, ഇനിയിപ്പോ വേറെ ആരെങ്കിലും ആണുള്ള കാറിനകത്ത് ഉണ്ടായിരുന്നേ, നിർത്തിയിട്ട കാർ, അപ്പൊ ആ കാറിനകത്താണ് പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് കണ്ടിരിക്കുന്നത്. അപ്പൊ അതിനർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കാറിനകത്തൊന്നും ആരും കാണത്തില്ല, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്ന് അറിയത്തില്ല. അവർ പുറത്തേക്ക് തന്നെ മാറിയ സമയത്താണോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇനിയിപ്പോൾ സേനൻ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇങ്ങനെ ബോംബ് വെച്ച കാര്യം ഇനി വിളിച്ചു പറഞ്ഞിട്ട് ആൽബിയും ബാബിനെയും ആ കാരണത്തുനിന്ന് മാറിയോ എന്നൊക്കെ അറിയില്ല. അപ്പൊ അതിന്റെ വിശേഷമൊക്കെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.